കോമൺവെൽത്ത് ഗെയിംസിൽ ഇടികൊടുത്ത് ഇന്ത്യ നേടിയത് 7 സ്വർണവും 3 വെള്ളിയും ഉൾപ്പെടെ 10 മെഡലുകളാണ്. സ്വന്തം രാജ്യം പോലും അറിയാതെ പോയ നേട്ടം. ഇന്ത്യയിൽ മാധ്യമങ്ങളിൽ ആഘോഷിക്കപ്പെടാതെ പോയ വാർത്ത. ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഏതെങ്കിലും ഒരു രാജ്യം ആദ്യമായാണ് ഇത്രയും സ്വർണം നേടുന്നത്. 2018 3 സ്വർണം ഉൾപ്പെടെ 9 മെഡൽ നേടിയതായിരുന്നു ഇന്ത്യയുടെ മികച്ച പ്രകടനം. 2022 ബർമിംഗ്ഹാമിൽ ഇന്ത്യയുടെ നേട്ടം 3 സ്വർണവും 1 വെള്ളിയും 3 വെങ്കലവും ഉൾപ്പെടെ 7 മെഡൽ. ചുരുക്കി പറഞ്ഞാൽ ഓരോ കോമൺവെൽത്ത് കഴിയുമ്പോഴും ഇന്ത്യ ബോക്സിംഗിൽ നേടുന്ന നേട്ടങ്ങളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. 14 ബോക്സർമാരാണ് കോമൺവെൽത്തിനുള്ള ഇന്ത്യൻ ടീമിലുണ്ടായിരുന്നത്. 7 പുരുഷന്മാരും അത്ര തന്നെ വനിതകളും. 14 സ്വർണ്ണ മെഡലുകളാണ് ആകെ ബോക്സിംഗിൽ ഉണ്ടായിരുന്നത്. ഇതിൽ 7 സ്വർണവും ഇന്ത്യക്കാണ്. വനിതകളിലെ 7 വിഭാഗത്തിലെ 5ലും ഇന്ത്യക്കാണ് സ്വർണം, 1 വെള്ളിയും. പുരുഷന്മാർ 2 സ്വർണവും 2 വെള്ളിയും നേടി. പക്ഷേ അർഹിച്ച അംഗീകാരം ഇന്ത്യയിൽ വിജയികൾക്ക് ലഭിച്ചില്ല. സോഷ്യൽ മീഡിയകളിൽ പോലും താരങ്ങളുടെ ബയോഗ്രഫിയോ അനുമോദന അഭിമാന പോസ്റ്റുകളോ പ്രത്യക്ഷപ്പെട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്. ചെസ്സിനോട് പോലും മികച്ച അഭികാമ്യം പുലർത്തുന്ന ഇന്ത്യ പലപ്പോഴും ഗെയിംസിന്റെ കാര്യത്തിൽ ഇത്തരം തണുപ്പൻ സമീപനങ്ങൾ എടുക്കാറുണ്ട്. 2022 കോമൺവെൽത്ത് ഗെയിംസിനെ അപേക്ഷിച്ച് ഇന്ത്യക്ക് മെഡൽ നേട്ടം കുറവാണ്. ബർമിംഗ്ഹാമിൽ 22 സ്വർണവും 16 വെള്ളിയും 23 വെങ്കലവും ഉൾപ്പെടെ 61 മെഡലുകൾ നേടിയിരുന്നു. ഇക്കുറി മെഡൽ നേട്ടത്തിൽ നിരാശയാണ് ഫലം. പക്ഷേ ഒരു കോമൺവെൽത്ത് ഗെയിംസിൽ ബോക്സിംഗിൽ ഏതെങ്കിലും ഒരു രാജ്യം ആദ്യമായാണ് ഇത്രയേറെ സ്വർണം നേടുന്നത്. 2030 ഇന്ത്യയിൽ അഹമ്മദാബാദിലാണ് അടുത്ത കോമൺവെൽത്ത് ഗെയിംസ് നടക്കാൻ പോകുന്നത്. എന്നിട്ടും ഇത്തവണ രാജ്യത്തേക്കെത്തിയ മെഡലുകൾക്കും നേട്ടങ്ങൾക്കും നേരെ രാജ്യം കണ്ണടയ്ക്കുകയാണ്. ബോക്സിംഗിന്റെ കാര്യത്തിൽ ഇന്ത്യയുടെ ക്യൂബ എന്നറിയപ്പെടുന്ന സ്ഥലമാണ് ഹരിയാനയിലെ ഭിവാനി. ഇത്തവണ കോമൺവെൽത്തിൽ വനിതകൾ നേടിയ 5 സ്വർണത്തിനു പിന്നിലും ഭിവാനിയുടെ കൈകളുണ്ട്. 4 സ്വർണ്ണ മെഡലുകൾ നേടിയത് ഭിവാനിക്കാരാണ്. പ്രീതി പവറാണ് 10ാം ദിനത്തിൽ ഇന്ത്യക്കായി ബോക്സിംഗ് റിംഗിൽ നിന്ന് ആദ്യ സ്വർണം സമ്മാനിച്ചത്. പിന്നാലെ ജെയ്സ്മിൻ ലംപൂറിയയും സ്വർണം ഇടിച്ചു നേടി. സച്ചിൻ സിവാജ്, സാക്ഷി ചൗധരി, അരുന്ധതി ചൗധരി, പ്രിയ ഗംഗാസ്, അങ്കുഷ് പങ്കൽ എന്നിവരാണ് പിന്നാലെ സുവർണ നേട്ടത്തിലെത്തിയ താരങ്ങൾ. നാടകീയ നീക്കങ്ങൾ നിറഞ്ഞ പുരുഷന്മാരുടെ 60 കിലോ ഫൈനലിൽ നമീബിയയുടെ ട്രൈ അഗെയിൻ മോർണിംഗ് എഡ്വലയോടെ കടുത്ത പോരാട്ടത്തിൽ വീഴ്ത്തിയാണ് സച്ചിൻ സിവാജ് ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചത്. 3-2 എന്ന സ്കോറിനാണ് സച്ചിൻ സ്വർണം ഇടിച്ചു നേടിയത്. അവസാന റൗണ്ടിൽ സച്ചിൻ എതിരാളികൾക്കുമേൽ സർവാധിപത്യം സ്ഥാപിച്ചാണ് ജയവും സ്വർണവും പിടിച്ചെടുത്തത്. വനിതകളുടെ 54 കിലോ ഫൈനലിൽ കാനഡയുടെ സ്കാർലെറ്റ് ഡെൽഗാഡോയെ 5-0 തകർത്താണ് പ്രീതിയുടെ സുവർണ മുന്നേറ്റം. ഏകപക്ഷീയമായ വിജയമാണ് പ്രീതി സ്വന്തമാക്കിയത്. വനിതകളുടെ 51 കിലോ വിഭാഗത്തിൽ ഇംഗ്ലണ്ടിന്റെ റൂബി വൈറ്റിനെ 5-0 കീഴടക്കിയാണ് സാക്ഷിയും സ്വർണ്ണ മെഡലിൽ മുത്തം ചാർത്തിയത്. താരവും അനായാസ വിജയമാണ് സ്വന്തമാക്കിയത്. വനിതകളുടെ 57 കിലോ വിഭാഗത്തിൽ നിലവിലെ ലോക ചാമ്പ്യനായ ജെയ്സ്മിനും സർവാധിപത്യം സ്ഥാപിച്ചാണ് എതിരാളിയെ തകർത്തത്. നിലവിലെ കോമൺവെൽത്ത് ചാമ്പ്യൻ കൂടിയായ വടക്കൻ അയർലൻഡിന്റെ മൈക്കല വാൽഷിനെ 5-0 നിശബ്ദയാക്കിയാണ് ജെയ്സ്മിൻ ഇന്ത്യക്ക് സ്വർണം സമ്മാനിച്ചത്. വനിതകളുടെ 70 കിലോയിൽ അരുന്ധതിയും എതിരാളിക്ക് ഒരു പഴുതും അനുവദിക്കാതെ ഇടിച്ചു കയറി. താരവും 5-0 ഏകപക്ഷീയമായ വിജയത്തോടെ പോഡിയം കയറി. ഇംഗ്ലണ്ടിന്റെ ഷാൻഡിൽ റീഡിനെയാണ് അരുന്ധതി തുരത്തിയത്. വനിതകളുടെ 60 കിലോ ഫൈനലിൽ കാനഡയുടെ മേരി ബത്തൂൽ അൽ അഹമ്മദിനെയാണ് പ്രിയ കീഴടക്കിയത്. താരം 4-1 വിജയമാണ് സ്വന്തമാക്കിയത്. പുരുഷന്മാരുടെ 80 കിലോ വിഭാഗത്തിലാണ് അങ്കുഷിന്റെ നേട്ടം. താരം ഇംഗ്ലണ്ടിന്റെ ദിമോജി ഷിറ്റുവിനെ സ്പ്ലിറ്റ് തീരുമാനത്തിൽ 4-1 തകർത്താണ് വിജയവും ഇന്ത്യയുടെ 7ാം സ്വർണവും ഉറപ്പിച്ചത്. ഒളിമ്പിക് മെഡലിസ്റ്റ് വിജേന്ദർ കുമാർ, ബോക്സർമാരായ അഖിൽ കുമാർ, ജീതേന്ദർ കുമാർ, വികാസ് കൃഷ്ണൻ എന്നിവരെ ഇടിപഠിപ്പിച്ച സ്ഥലമാണ് ഭിവാനി. 2 തവണ ഏഷ്യൻ ഗെയിംസ് ബോക്സിംഗ് ചാമ്പ്യനായ ഹവാ സിംഗിന്റെ പേരക്കുട്ടിയുടെ മകളാണ് ജെയ്സ്മിൻ ലംപൂറിയ. അർജുന, ദ്രോണാചാര്യ അവാർഡ് ജേതാവ് കൂടിയാണ് ഹവാ സിംഗ്. അദ്ദേഹം സ്ഥാപിച്ച ഭിവാനി ബോക്സിംഗ് ക്ലബിൽ നിന്നാണ് ഒളിമ്പിക് മെഡൽ ജേതാവ് വിജേന്ദർ സിംഗ് ഉൾപ്പെടെയുള്ള ബോക്സർമാരുടെ ഉദയം. അസുഖബാധിതയായി ആശുപത്രിവാസം അനുഭവിക്കേണ്ടി വന്ന് വെറും 3 ആഴ്ചയ്ക്ക് ശേഷമായിരുന്നു ജെയ്സ്മിന്റെ വിജയം പോലും.